ഈ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഒരുക്കത്തിലാണ് തലസ്ഥാനം. വിവിധ സേനകളുടെ പരിശീലനങ്ങളും ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ഇത്തവണ പരേഡിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നൊരു കന്യാസ്ത്രീ ഉണ്ട്. ആരാന്നറിയോ വെങ്കി? അറിയില്ല. അതല്ലേ, അതാണ് നമുക്ക് അറിയേണ്ടത്. കാണാം. ദില്ലിയിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എൻ്റെ പുറകിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ നിന്നെത്തിയ നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുറച്ച് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിനപ്പുറം നമുക്കിവിടെ വ്യത്യസ്തമാവുന്നത് ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്ററെ, എന്തൊക്കെയാണ് ദില്ലിയിൽ എത്തിയിട്ടുള്ള വിശേഷം? തണുപ്പ് ആണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ എന്നാൽ ഇവരുടെ ആ ഒരു ആവേശം കൊണ്ട് അതെല്ലാം ഇവർ ഓവർകം ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഇവർ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. നോവൽ സിസ്റ്റർക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയത് എന്തായിരിക്കും? ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നാറുള്ളത് ഇന്ത്യയോട്, രാജ്യത്തോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. അപ്പോൾ ഇത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ വലിയ അഭിമാനവും സന്തോഷവും തോന്നിയായിരുന്നു. എത്ര കുട്ടികളിൽ നിന്നാണ് നമ്മൾ ഇത്രയും പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇത് കേരളത്തിലെ ഒരു 4 ലക്ഷത്തോളം NSS വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരിൽ നിന്നുള്ള സെലക്ഷനാണ് 12 പേരിലേക്ക് അത് എത്തിയത്. സാധാരണ പരേഡ്, റിപ്പബ്ലിക് ഡേ ദിന പരേഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് NCC ആണെന്നാണ്. NSSന് ഇങ്ങനെ ഒരു പരേഡ് ഉണ്ട്. NSS കൂടുതലായും സാമൂഹിക സേവനങ്ങളിലാണ് ഊന്നുന്നത്. പക്ഷേ ഈ പരേഡ് ഉണ്ട് NSSനെന്ന് പലർക്കും അറിയില്ല. ഇങ്ങനെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാനും കൂടെ പറ്റി. അതെ, അങ്ങനെ ഒരു ഗുണം കൂടി ഇതിലുണ്ടായി. ക്യാമ്പിലുള്ള കുട്ടികളോട് തന്നെ ചോദിക്കാം. എക്സ്പീരിയൻസ് ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചില ദിവസമൊക്കെ രാവിലെ 10 ഡിഗ്രി 10ലും താഴെ തണുപ്പത്തൊക്കെയാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. അല്ലല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചത് നമ്മൾ ഭയങ്കര ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചാൽ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. കുറച്ച് കാര്യത്തിൽ സ്ട്രിക്റ്റ് ഉണ്ട്, എന്നാലും ബാക്കിയുള്ള കാര്യത്തിൽ ഫ്രണ്ട്ലി നമ്മുടെ കൂടെ തന്നെ അവർ നിൽക്കുന്നുണ്ട്. വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളെ കാണാനും പരിചയപ്പെടാനും അങ്ങനെ കുറേ കാര്യങ്ങൾ പറ്റി. അതാണ് ഫ്രണ്ട്ഷിപ്പും ആ ഒരു മെമ്മറീസാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. പരേഡ് കാണാൻ വേണ്ടി വീട്ടിലെല്ലാവരും ടിവിയിൽ നോക്കിയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും അവര് ഒരുപാട് ആഗ്രഹിച്ച് നേടി കിട്ടിയ ഒരു അവസരമാണിത്. പ്രധാനമായിട്ടും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മാത്രം ഈ ക്യാമ്പിൽ വന്നപ്പോൾ എനിക്ക് അതിലേറെ അഭിമാനം. എന്തായാലും സിസ്റ്ററും കുട്ടികളും ഒക്കെ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പരേഡും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇവരുടെ പ്രകടനം തന്നെയായിരിക്കും നമ്മുടെ മലയാളികൾ ഉറ്റുനോക്കുന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പരമ്പരയ്ക്കൊപ്പം ജോയിസ് ഡാനിയൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.